പ്രണാമങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. വിശ്വപ്രസിദ്ധമായ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമാനുഷ്ഠാനങ്ങൾ നിരന്തരം അനുവർത്തിക്കുന്ന ഒരു ക്ഷേത്രം. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠകളാണ് എപ്പോഴും. കുട്ടികളുടെ ബാലപീഠകൾ അകറ്റി ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളർന്ന് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളാക്കി അവരെ മാറ്റാൻ സവിശേഷകരമായൊരു വഴിപാട്. സാക്ഷാൽ വൈകുണ്ഠനാഥൻ തനിക്ക് പ്രിയപ്പെട്ട 2 ഭക്തരെ അനുഗ്രഹിച്ച് അരുളി ചെയ്ത വഴിപാട് അവിശ്വസനീയമാണ്. പക്ഷേ ആയിരക്കണക്കിന് ഭക്തരുടെ അനുഭവമാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നതും അതിവിശേഷകരമായതുമായ ഒരു വഴിപാടാണ് തിരുവോണ ഊട്ട്. തിരുവോണ ഊട്ടിൻ്റെ മഹനീയതയും മഹത്വവും ഇതാ കേൾക്കാം. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുള്ള ഈ മഹാക്ഷേത്രത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തിരുവോണ ഊട്ട്. തിരുവോണ ഊട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവാന്റെ പ്രതിഷ്ഠ ആദ്യമായി നടത്തി ഭഗവാൻ ആദ്യമായി നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഒരു തിരുവോണ നാളിലായിരുന്നു. അത് ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണം അതിവിശേഷമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ പ്രതിഷ്ഠ ആദ്യമായി നടത്തി ഭഗവാന് നിവേദ്യം സമർപ്പിച്ച നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ചു എന്നാണ്. ഈ ഒരു തിരുവോണ ഊട്ട് വളരെ ആചാരപരമായി ഈ ക്ഷേത്രത്തിൽ നടന്നു വന്ന ഈ ഒരു ചടങ്ങ് പിന്നീട് പുനരാരംഭിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ദേവപ്രശ്നം നടത്തിയപ്പോഴാണ് ഈ ഒരു തിരുവോണ ഊട്ടിൻ്റെ ഒരു മഹാത്മ്യം ഭക്തജനങ്ങൾ അറിയാനിടയാവുകയും അങ്ങനെ ഏതാണ്ടൊരു 40 വർഷക്കാലമായി ഈ ക്ഷേത്രത്തിൽ എല്ലാ തിരുവോണ ഊട്ട് വളരെ ഭംഗിയായിട്ട് വളരെ ആചാരപരമായി നടത്തുകയാണ്. ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കംകൂർ രാജാവുമായി ഈ തിരുവോണ ഊട്ടിന് വളരെയേറെ ബന്ധമുണ്ട്. സന്തതികളില്ലാതെ ദുഃഖിതനായിരുന്ന രാജാവിന് ഭഗവാൻ സ്വപ്ന ദർശനത്തിലൂടെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായ തിരുവോണ ഊട്ട് നടത്താൻ അരുൾ ചെയ്ത പ്രകാരം തിരുവോണ ഊട്ട് നടത്തിയ രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റി സൽസന്തതികളെ നൽകി അവരുടെ ബാലപീഡകൾ അകറ്റി കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളാക്കി മാറ്റി വിവാഹപ്രായമെത്തിയപ്പോൾ ഉത്കൃഷ്ടരായ വധൂവരന്മാരെ നൽകി അനുഗ്രഹിച്ചു. ഈ വരുന്ന കർക്കിടകം മാസത്തിലെ തിരുവോണ ഊട്ട് നമുക്കറിയാമല്ലോ. കർക്കിടകത്തിലെ തിരുവോണം എന്ന് പറയുന്നത് പിള്ളേരോണമാണ്. അപ്പോൾ ഈ ജൂലൈ 30-നാണ് ഈ പിള്ളേരോണമായിട്ട് ഈ തിരുവോണ ഊട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരുവോണ നാളിലെ ഊട്ടാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ സൽസന്താന ലബ്ധിക്കും അതുപോലെ തന്നെ കുട്ടികൾ ഈശ്വരാധീനമുള്ളവരായിട്ട് വളരുന്നതിനും കർമ്മമണ്ഡലങ്ങളിൽ അവർ തിളങ്ങുന്ന താരങ്ങളായി മാറുന്നതിനും ഒക്കെ നടത്തുന്ന ഈ ഒരു വഴിപാടിൽ പങ്കാളികളാവാനുള്ളൊരു അവസരമാണ് ഈ ഒരു തിരുവോണ നാളിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് നേരിട്ടെത്താതെയും ഈ ഒരു വഴിപാട് നടത്താമെന്നുള്ളതാണ്. ലോകത്ത് എവിടെ ഇരുന്നാണെങ്കിലും ഭഗവാനെ വിചാരിച്ചുകൊണ്ട് നമുക്ക് ധാരാളം വിദേശ മലയാളികളടക്കമുള്ള ആളുകൾ എല്ലാ മാസവും നടക്കുന്ന തിരുവോണ ഊട്ടിൽ പങ്കാളികളാവാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കുട്ടികളുടെ പിള്ളേരോണത്തിന് ഇവിടെ വരാൻ സാധിക്കുന്നവർക്ക് വന്ന് ഭഗവാന് വിളമ്പി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഓണക്കോടി സമ്മാനിക്കാനുള്ളൊരു അവസരവും ഒരുങ്ങുന്നുണ്ട്. 250 രൂപ നിരക്കിൽ അവർക്ക് നൽകാം. അപ്പോൾ ഈ ഒരു തിരുവോണ ഊട്ടിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ്. ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ അവതരിച്ച ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഔഷധ കൃഷ്ണനായി അത്ഭുത കൃഷ്ണനായി വിരാജിക്കുകയാണ്. ഭക്തജന മാനസങ്ങൾക്കൊക്കെയും അനുഗ്രഹവർഷം ചുരിഞ്ഞുകൊണ്ട്. ഓം നമോ നാരായണായ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കർക്കിടക തിരുവോണ ഊട്ട് 2026 ജൂലൈ 30 വ്യാഴാഴ്ച.